എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ബാക്കിയുള്ളത് GR നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. കാരണം ഇത് GR നോക്കാൻ പറ്റില്ല. കാരണം ഈ റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാ? 0 സംതിങ് ആണ്. കാരണം ബീപ്പ് അടിക്കുന്ന രീതിയിലുള്ള റെസിസ്റ്ററിന്റെ വാല്യൂ ആണ്. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബീപ്പ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഷോർട്ടുകൾ പോലെ കാണിക്കും. നേരെ മറിച്ച് ഗ്രൗണ്ടും കൂടിയാണ്. അപ്പം നമ്മൾ ഇവിടെ GR ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഗ്രൗണ്ടായി കാണിക്കും, ഇപ്പുറത്തെ GR ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഗ്രൗണ്ടായിട്ട് കാണിക്കും. ഇതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും? ഈ കംപ്ലൈൻറ്റ് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇതന്നെ കൺഫേം ആണ്, ഇതിന്റെ ഇഷ്യൂ ആണ്. ഈ 3 ലൈനിന്റെ ഇഷ്യൂ ആണ്. ഒന്നല്ലെങ്കിൽ ഇതായിരിക്കാം, ഒന്നിന്റെ ഈ ലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ലൈൻ ആയിരിക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ഡാമേജ് ആയതായിരിക്കാം. കാരണം ഇത് കിട്ടുന്ന കട്ടായിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓൺ ആവില്ല. യെസ്, നമ്മൾ പവർ ഐസി പൊക്കിയിട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ടും ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ടും എന്തുണ്ടാവും നോക്കണം, കണ്ടിന്യൂറ്റി ഉണ്ടാവും നോക്കണം. ഇത് കേസ് ചിലപ്പോൾ ഇങ്ങനെയാവാം, ചിലപ്പോൾ ഐസി ഡാമേജ് ആയതാവാം, ബോൾഡ് ഡ്രൈ ആയതാവാം, ട്രാക്ക് ഓപ്പൺ ആയതാവാം. 3 ഇഷ്യൂ കൊണ്ടാണ് ഈ കംപ്ലൈന്റ് വരുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിനെ സ്റ്റിമാറ്റിക്കിലോട്ട് പോയി നോക്കാം. നേരത്തെ നമ്മൾ സ്റ്റിമാറ്റിക് നോക്കുമ്പോൾ ഒന്ന് മനസ്സിലായില്ല, കാരണം ഇങ്ങനെയാണുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ മനസ്സിലാവാതെ. ഇപ്പൊ നമുക്ക് നോക്കാം. ക്ലിയർ ആണല്ലോ റൂട്ട്? ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ? ഓക്കെ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 കംപ്ലൈന്റ്, ഒന്ന് ബ്ലിങ്കിങ് ലോഗോ, രണ്ടാമത് ഡീബഗ് മോഡ്. ഈ പറയുന്ന 2 കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഏത് ആൻഡ്രോയിഡിന്റെ ഫോണിൽ വന്നു കഴിഞ്ഞാലും ഇഷ്യൂ തന്നെയാണ്. വേറെ ഒരിടത്തും പോകണം. മോഡൽ മാറുന്ന അനുസരിച്ചിട്ട് അത് ഇവിടെ ആവാം. ചില മോഡലിൻ്റെ അകത്ത് ഇങ്ങനെയാ കൊടുത്തിട്ടുണ്ടാവും, എല്ലാം ഒരേപോലെ കൊടുക്കത്തില്ലല്ലോ. ചില മോഡലിൻ്റെ അകത്തുനിന്ന് ഇടുന്നൊരു ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, ഇടുന്നൊരു ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചാർജിങ് ഐസിയിലോട്ടൊക്കെ ആണെങ്കിൽ ഇടുന്ന ഇങ്ങനെ ചാർജിങ് ഐസിയിലോട്ട് പോയിട്ടുണ്ടാവും, ഈ ലൈന് നേരെ ചാർജിങ് ഐസിയിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടാവില്ല, കോഡ് സെൻസർ റെസിസ്റ്റർ ഉണ്ടാവില്ല. പക്ഷേ ഈ മോഡലിൽ കോഡ് സെൻസർ റെസിസ്റ്റർ ഉണ്ട് കേട്ടോ. നമുക്ക് അതായിട്ട് ഉള്ളതിനുള്ളതും ആ സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതിനുള്ളതും നോക്കാം. ഇപ്പൊ കൊടുത്തിട്ടുള്ള നെഗറ്റീവ് ലൈന്, ഇത് പോസിറ്റീവ് ലൈനിൽ ഇതേപോലെ വരും. ഞാൻ അതിൻ്റെ ഇതാണ് നേരത്തെ കാണിച്ചതാ. ഇത് പോസിറ്റീവ് ലൈനിലുള്ളതാണ്. ഈ പോകുന്ന ഔട്ടിറങ്ങി പോകുന്ന ട്രാക്കിൽ ആണ് എന്ത് കൊടുത്തിട്ടുള്ളത്, ഒരു ഐ സെൻസും ഒരു ബാഡ് സെൻസും കൊടുത്തിട്ടുള്ളത്.